ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എന്താ ഇങ്ങനെ വന്നതെന്നറിയാമോ? ഇന്നൊരു കിലോ പന്നിയിറച്ചി കിട്ടി. അതൊന്ന് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി കേട്ടോ. അപ്പം ഞാനത് പാകപ്പെടുത്താൻ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. അതായത് അതിന് വേറൊരു കാര്യമുണ്ടേ. എന്താണെന്നറിയോ? കൊടംപുളി ഇട്ടിട്ട് പന്നി ഫ്രൈ വെക്കുന്നതാണ് കേട്ടോ. പന്നിയിറച്ചിയില്ലേ, കൊടംപുളി ഇട്ടിട്ട് എല്ലാവരും വെച്ചിട്ടുണ്ടോ? അറിയത്തില്ല, ഉണ്ടാകുമായിരിക്കും. പക്ഷേ നേരത്തെയൊക്കെ അങ്ങനെ അല്ലായിരുന്നു, കൊടംപുളി ഒന്നും ഇടാതെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നേ. ഇപ്പം 2 കഷ്ണം കൊടംപുളി ഇട്ടിട്ട് പന്നിയിറച്ചി വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കത്തില്ല, ഇത് വേറെ കാര്യം. ബാക്കി എല്ലാവരും കഴിക്കും, പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എപ്പോഴും അങ്ങനെ വെക്കുന്നത്. അതിപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. അതേ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, സവാള, ഒരു ചെറിയ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം, കരിയാപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്ത് അരിഞ്ഞ് പിറക്കി വെച്ച് കുക്കറിനകത്ത് ഇട്ട് വേവിച്ചെടുക്കണം. അത് അന്നേരം ചേർക്കണ്ട കേട്ടോ. കുക്കറിനകത്ത് ഇറച്ചി വേവിക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സർവ്വസുഗന്ധിയുടെ ഇല ഇട്ട് ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം കൈയും കൊണ്ട് തിരുമ്മി കുക്കറിലിട്ട് അടിച്ചെടുക്കുക. ഒരു 2-3 വിസിലടിച്ചാൽ മതി, 3-4 വിസിലടിച്ചാൽ മതി. എന്നിട്ട് വേറൊരു പാത്രത്തിൽ സവാളയും എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അതിനകത്തിട്ട് അത് വഴറ്റിയെടുത്ത് അതിൻ്റെ കൂടെ സവാള ഇട്ട് തേങ്ങാക്കൊത്ത്, ഞാൻ പറഞ്ഞില്ല അല്ലേ, തേങ്ങാക്കൊത്ത്, അതുകൊണ്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഈ സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റി, നന്നായിട്ട് വഴറ്റി, അതിനകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി സാധാരണ ചേർക്കുന്നത്, കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുത്ത് അതിനകത്ത് ഈ കൊടംപുളി ഉണ്ടല്ലോ, ഒരു 2 കഷ്ണം മതി കേട്ടോ. 1 കിലോനല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 കഷ്ണം മതി. അത് അതിനകത്ത് ഒഴിക്കുക. വെള്ളത്തിട്ട് വെക്കും, അതതിനകത്തോട്ട് വഴറ്റി അതിൻ്റെ കൂടെ മുളകിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയൊക്കെ ഇട്ട് വഴറ്റി ഈ വേവിച്ച് വെച്ച പന്നി അതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി തട്ടിപ്പൊത്തി വെച്ചേക്കുക. അത് അവിടെ ഇരുന്നോട്ട് പതുക്കി അങ്ങോട്ട് കുറച്ച് മസാലയെല്ലാം പിടിച്ച് ഇതാവും. കുരുമുളക് പറഞ്ഞില്ല, കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് പന്നിയിറച്ചിക്കുണ്ടല്ലോ കുരുമുളക് പൊടിയാണ് നല്ലത്. കുരുമുളകാണ് കൂടുതൽ ടേസ്റ്റ് വരേണ്ടത്. ഈ മുളക് പൊടിയൊക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുരുമുളകിൻ്റെ നന്നായിട്ട് വരണം. തട്ടിപ്പൊത്തി വെച്ച് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താണ്, അതുകൊണ്ട് ഒന്നും വിചാരിച്ചേക്കരുത് ആരും. എന്നിട്ട് അത് കാണുവേ, ഇപ്പം കാണിക്കാമേ ഞാനിപ്പോൾ ഇത് പറയുന്നേ ഉള്ളേ. തട്ടിപ്പൊത്തി വെച്ച് അതവിടെ ഇരുന്ന് നീറി വെന്ത് ഫ്രൈ ആയി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ, മറക്കരുത്. പിന്നെ വരാം. ഓക്കെ, ബൈ.